എല്ലാ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ചർച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം പിതാവാണ്. പിതാവിനെ പറ്റി പറയുമ്പോൾ 2007 മുതൽ ഈ വലിയ അതിരൂപതയുടെ മെത്രാനായി, മെത്രാപ്പൊലീത്തയായി, വലിയ ഇടയനായി സേവനം ചെയ്യുന്ന വ്യക്തിയാണ്. റോമിലെ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ സഭാചരിത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശേഷം ചങ്ങനാശ്ശേരിയിൽ അൽമായ ദൈവശാസ്ത്ര പീഠത്തിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു. പിതാവിൻ്റെ നിലപാടുകൾക്കും പിതാവിൻ്റെ ആശയങ്ങൾക്കും നമുക്കൊന്ന് ചെവി കൊടുക്കാം. നമുക്ക് പിതാവിനെ ശ്രവിക്കാം. പിതാവേ, സ്വാഗതം. പിതാവേ, നമ്മളോട് ചോദിക്കുകയാണ്, ഒരു ക്രൈസ്തവൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ളത് എന്താണ്? നന്മ ചെയ്തുകൊണ്ട് കടന്നു പോവുക. അപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്, ഒരുപാട് സേവന രംഗങ്ങൾ നമ്മുടെ അതിരൂപതയ്ക്കുണ്ട്. ഒരുപാട് പേർക്ക്, അശരണർക്കും അനാഥർക്കും അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരെ സഹായിക്കുന്ന, അങ്ങനെയുള്ളവർക്ക് കരുതൽ കൊടുക്കുന്ന പല സംരംഭങ്ങളും തുടങ്ങിയ ഒരു അതിരൂപതയാണ് നമ്മുടേത്. അപ്പം നമ്മുടെ അതിരൂപതയുടെ ആ സേവന രംഗങ്ങൾ പിതാവ് ഒന്ന് വിശദീകരിക്കാമോ? സന്തോഷമുണ്ട് അതിനെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. കാരണം സഭയുടെ ഏറ്റവും വലിയ ദൗത്യങ്ങളിലൊന്നാണിത്. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ചുമതലയാണ്. സഭയുടെ ആരംഭം മുതൽ തന്നെ എങ്ങനെയായിരുന്നല്ലോ, ഈശോ തന്നെ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി എന്നാണ് ഈശോയെപ്പറ്റി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആ ഈശോയുടെ തുടർച്ചയാണ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഭയ്ക്കും നന്മ ചെയ്യാതെ കടന്നു പോകാൻ സാധിക്കുകയില്ല. ആ സഭയുടെ ഒരു പ്രാദേശിക രൂപമാണല്ലോ ഒരു രൂപതയും എന്ന് പറയുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയും അതിൻ്റെ ആരംഭം മുതൽ തന്നെ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ നൂറ്റാണ്ട് സഭയുടെ ആധുനിക ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഈ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വ്യവസ്ഥാപിതമായ ഒരു ആരംഭം കുറിക്കുന്നത് 1950കളിലാണ്. അന്ന് ദേവദാസൻ കാവോട്ട് പിതാവാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത. അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെ നിർണായകമായ ഒരു പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് നടക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഭവനമില്ലാത്തവർക്ക് ഭവനങ്ങൾ പണിതു കൊടുക്കുക. അത് ഈ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് അങ്ങനെയൊരു പദ്ധതിക്ക് ആരംഭം കുറിക്കുന്നത് ദേവദാസൻ കാവോട്ട് പിതാവാണ്. പിന്നെ ഇപ്പോഴും ചങ്ങനാശ്ശേരി അതിരൂപത അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിപ്പോഴും അത് തുടരുന്നു. അത് 1966 ഇവിടെ ചാസ് എന്നുള്ള സാമൂഹ്യക്ഷേമ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചു. പിന്നെ അപ്പോൾ ആ കാലഘട്ടം മുതൽ ഇപ്പോൾ നമുക്ക് ഇതിലൊന്നും കണക്കൊന്നും ലിസ്റ്റൊന്നും എടുത്തു വച്ചിട്ടില്ല. പക്ഷേ ഓരോ വർഷവും 100 കണക്കിന് ഭവനങ്ങൾ നിർമ്മിക്കപ്പെട്ടു കൊടുക്കുന്നുണ്ട്. അത് വിവിധ ഇടവുകളിലൂടെയും പ്രസ്ഥാനങ്ങളിലൂടെയും ഒക്കെ അത് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പ്രത്യേക ചില അവസരങ്ങളിൽ പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് കൂടുതൽ ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാറുണ്ട്. അതൊരു വശം ഭവനം നിർമ്മിക്കുക. അതുകൊണ്ട് വിദ്യാഭ്യാസ സഹായം ഇങ്ങനെ ഞങ്ങൾ ഒത്തിരി ആളുകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ചെയ്യുന്നുണ്ട്. ചാസിൻ്റെ ആഭിമുഖ്യത്തിൽ നിരവധി പ്രോജക്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. ആളുകൾക്ക് ജോലി കൊടുക്കാൻ അല്ലെങ്കിൽ സ്വാശ്രയ സംഘങ്ങൾ അതുപോലെയുള്ള 1000-ഓളം സ്വാശ്രയ സംഘങ്ങളുണ്ട്. അതിലൂടെ 10,000-കണക്കിന് ആൾക്കാരൊക്കെ അത് പ്രയോജനം ചെയ്യുന്ന കുടുംബങ്ങൾ. അത് ജാതി-മത ഭേദമന്യേയാണ് ഈ സഹായം ലഭിക്കുന്നത്. ചാസിൻ്റെ പ്രവർത്തനങ്ങൾ ജാതി-മത ഭേദമന്യേ പല പ്രോജക്റ്റുകളുണ്ട്, സഹായ പദ്ധതികൾ. പിതാവ് വിദ്യാഭ്യാസം പറഞ്ഞതുകൊണ്ട് നമുക്ക് കളർ എ ഡ്രീം എന്ന് പറയുന്ന കളർ എ ഡ്രീം എന്നുള്ള പ്രോജക്റ്റ് അടുത്ത കാലത്ത് ആരംഭിച്ചതാണ്. അത് വിദ്യാഭ്യാസ സഹായ പദ്ധതിയാണ്. അത് നല്ല നല്ല മനുഷ്യരുടെ സാമ്പത്തിക സഹായം, ഇടവുകളിൽ നിന്നുള്ള വ്യക്തികളിൽ നിന്നൊക്കെയുള്ള സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് അത് ഓരോ വർഷവും 100 കണക്കിന് കുട്ടികളെ സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു ആ കളർ എ ഡ്രീം എന്നുള്ള ആ പദ്ധതി. അതുകൂടാതെ തന്നെ വിദ്യാഭ്യാസ വേറെ പല രീതിയിലും നടക്കുന്നുണ്ട്. ക്ലാസ്സിൽ നിന്ന് ഒരു സ്വതന്ത്രമായ മറ്റൊരു പദ്ധതിയാണ് രൂപതയുടെ തന്നെ കീഴിലുള്ള ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെയാണ് കളർ എ ഹോം എന്നുള്ളൊരു പദ്ധതിയുണ്ട്. അതും ഭവന നിർമ്മാണ പദ്ധതിയാണ്. കളർ എ ഹോം അത് ഈ സഭയുടെ രൂപതയുടെ ജൂബിലി, ശതോത്തര രചിത ജൂബിലിയോടനുബന്ധിച്ച് അത് 2012 അപ്പം അതിനോടനുബന്ധിച്ച് ആരംഭം കുറിച്ചതാണ് ഈ കളർ എ ഹോം എന്നുള്ളത്. അതിനു മുമ്പ് ഓത്തിപിതാവിൻ്റെ കാലഘട്ടത്തിൽ ആരംഭം കുറിച്ചതാണ് കളർ എ ഡ്രീം എന്നുള്ളത്. അത് മറ്റതും നടന്നുകൊണ്ടിരിക്കുന്നു. ഭവന നിർമ്മാണത്തിൽ അല്ലാതെ തന്നെ വേറെയും ഇത്
നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചതാണ് നെടുങ്കുന്നത്ത് ഓട്ടിസം ബാധിച്ച കുട്ടികളെ അതിലൂടെ പ്രത്യേകമായ രീതിയിൽ അവർക്ക് സ്കൂൾ അത് നടക്കുന്നുണ്ടായിരുന്നു, കുറേ വർഷങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. നെടുങ്കുന്ന സഞ്ജീവനി എന്നുള്ള പ്രസ്ഥാനത്തോട് ബന്ധപ്പെടുത്തി അതിനിപ്പം പുതിയ ഒരു സ്ഥലം അതിനോട് ചേർന്ന് വേറൊരു സ്ഥലത്ത് അത് പ്രത്യേകമായ ഒരു കെട്ടിടമുണ്ടാക്കി എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും കൂടി അത് ആരംഭിച്ചിരിക്കുകയാണ്. അത് ചങ്ങനാശ്ശേരി രൂപതയുടെ നേരിട്ടുള്ള നിയന്ത്രണമാണ്. ചങ്ങനാശ്ശേരി രൂപതയുടെ നേരിട്ടുള്ള നിയന്ത്രണമാണ്. അതെ. അപ്പം നമുക്ക് ബാക്കിയുള്ള ഈ അനാഥാലയങ്ങൾ അല്ലെങ്കിൽ ബാലികാ ഭവൻ അങ്ങനെയുള്ളതൊക്കെ ഏതെങ്കിലും നമ്മൾ വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെയോ ഏൽപ്പിച്ചിരിക്കുകയാണ്, അതോ രൂപത തന്നെ? അത് പല തരത്തിലുണ്ട്. രൂപത നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന കെയർ ഹോംസ് ഉണ്ട്. ഇവിടെ തന്നെ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് ആരംഭിച്ച ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനം ആശാഭവൻ എന്നുള്ളത്. ആശാഭവൻ അത് ഇന്നും നേരിട്ട് നടത്തുന്ന പ്രസ്ഥാനമാണ്. വത്തിക്കാൻ പ്രതിനിധി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ സമാപനമായിരുന്നു അത് നടത്തിയത്. അതുപോലെ രൂപത നേരിട്ട് നടത്തുന്നതാണ് ഈ ആകാശപ്രവാഹം സ്നേഹനിവാസം എന്ന് പറയുന്നത്. അനാഥരായ അല്ലെങ്കിൽ തെരുവിൽ നിന്ന് കിട്ടുന്ന ആരുമില്ലാത്ത കുട്ടികളെ പഠിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന ഇവയാണ്. അത് ഇപ്പോൾ ഫാത്തിമ അവരുടെ നടക്കുന്നുണ്ട്. ഇതുപോലെ നേരിട്ട് നടത്തുന്ന അനാഥാലയങ്ങളുണ്ട്, ബോയ്സ് ഹോംസ് ഉണ്ട്. അതുകൂടാതെ സിസ്റ്റേഴ്സ് നടത്തുന്ന വളരെയേറെ സ്ഥാപനങ്ങളുണ്ട്, കെയർ ഹോംസ് ഉണ്ട്. പിന്നെ അൽമായൽ സന്നദ്ധ സമൂഹങ്ങൾ, അൽമായൽ തന്നെ നടത്തുന്ന സമൂഹങ്ങളുണ്ട്. പക്ഷേ ഇവയെല്ലാം തമ്മിലൊരു കോർഡിനേഷനുണ്ട്. രൂപതയുടെ ആഭിമുഖ്യത്തിലെ ഒരു വികാരി ജനറൽ അച്ഛൻ്റെ പ്രത്യേകമായ നേതൃത്വത്തിൽ ഇവയെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്, സ്ട്രക്ചറുണ്ട്. അതിന് ഇടയ്ക്കിടയ്ക്ക് ഈ കെയർ ഹോംസിൻ്റെ എല്ലാ ആൾക്കാരും നേതൃത്വം വഹിക്കുന്ന ഡയറക്ടേഴ്സൊക്കെ ഒരുമിച്ച് കൂടും, പൊതുവായ കാര്യങ്ങളെ ചർച്ച ചെയ്യും. അങ്ങനെയുള്ള ഒരു ബന്ധപ്പെട്ട് പരസ്പരം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. ഏതാണ്ട് 100ഓളം കെയർ ഹോംസ് ഇങ്ങനെ ചങ്ങനാശ്ശേരി രൂപതയുടെ അതിർക്കുള്ളിലുണ്ട്. അപ്പം നമ്മുടെ ഈ കെയർ ഹോംസുകളും ഈ പറയുന്ന സംരംഭങ്ങളും എല്ലാം അതിൻ്റെ ബെനഫാക്ടേഴ്സ് ആയിട്ടുള്ളവർ നമ്മുടെ രൂപതക്കാർ തന്നെയാണോ? അല്ല, ഭൂരിപക്ഷവും മറ്റേ മതസ്ഥരായിരിക്കുന്ന ആൾക്കാരാണ്. കാരണം കത്തോലിക്കിലെ രൂപതക്കാരായിരിക്കുന്നവരും ഉണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ കൂടുതലും മറ്റ് മതസ്ഥരായിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈ ബെനിഫിഷ്യറീസായിട്ട് കൂടുതലും വരുന്ന പിള്ളേരാണ് അങ്ങനെ വരുന്നത്. നമ്മുടെ അതുപോലെ തന്നെ പിതാവ് പറഞ്ഞല്ലോ, ഇപ്പോൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കളറെ ഡ്രീം പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ പോലെ ക്യാപിറ്റേഷൻ ഫീ മേടിച്ചല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ പുറത്തുള്ള ആൾക്കാരിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ചിന്ത നമ്മൾ ഭീമമായിട്ടുള്ള പൈസ വാങ്ങി നമ്മൾ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നു, അതുകൊണ്ട് നമ്മളൊരു വലിയൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു ചിന്ത. അപ്പം അതിനെപ്പറ്റി ഒന്ന് പിതാവ് ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. അതൊരു ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ഇവിടെ പ്രത്യേകിച്ച് അഡ്മിഷനോ അപ്പോയിൻമെൻറ്റിനോ ഒന്നും പിന്നെ നമ്മൾ പൈസ ഒന്നും മേടിക്കാറില്ല. നമ്മൾ രൂപത നേരിട്ട് നടത്തുന്ന ഒരു സ്ഥാപനത്തിലും ഇങ്ങനെ യാതൊരു രൂപതയ്ക്ക് സ്വാധീനമുള്ള രൂപതയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ വാങ്ങിക്കാറില്ല. ഇപ്പം ഉദാഹരണത്തിന് SP കോളേജ് അല്ലെങ്കിൽ അസംഷൻ കോളേജ് പിന്നെ പണം വാങ്ങിക്കാനായിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപ ഒരു വർഷം മുന്നേ ഉണ്ടാക്കാമായിരുന്നു. ഈയിടെയും നോൺ ടീച്ചിങ് സ്റ്റാഫിലേക്ക് അസംഷൻ കോളേജിൽ അപ്പോയിൻമെൻറ്റ് നടത്തി ഒരു 10 പൈസ പോലും. പക്ഷേ ഇത് ആളുകൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. കാരണം അത്രമാത്രം ഈ കോഴയും ഇത് വ്യാപകമായിരിക്കുന്നു. അതാണ് സത്യം. മനുഷ്യൻ്റെ മനസ്സിൽ ഇതില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള മനോഭാവം വളർന്നു വന്നിരിക്കുന്നു. അതെ, അത് ഞാൻ പറയുന്നത് ഒരിക്കലും ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി പോയപ്പോഴത്തേക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പോയതായിരുന്നു. അപ്പോൾ എന്നോട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറഞ്ഞത്, നിങ്ങളുടെ അവിടെ ഇത്ര അപ്പോയിൻമെൻറ്റ് നടന്നല്ലോ, കുറേ കാശുണ്ടാക്കി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആപ്പാടെ കൊടുത്തത് 750 രൂപ ആപ്ലിക്കേഷൻ ഫീ ആണെന്നാണ് പറഞ്ഞത്. അതായത് ഈയിടെ പിന്നെ നമ്മുടെ NAAC അക്രഡിറ്റേഷൻ്റെ ടീമൊന്നുമല്ലോ, അവർ കഴിഞ്ഞ പ്രാവശ്യം വന്നവരെ അവരോട് ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ അപ്പോയിൻമെൻ്റ് ഒന്നും യാതൊന്നും മേടിക്കുന്നില്ല, അഡ്മിഷൻ യാതൊന്നും മേടിക്കുന്നില്ല, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ വിശ്വസിക്കുന്നില്ല. അവരെ പിള്ളേരോട് ചോദിക്കുന്നു, മറ്റുള്ള ചോദിക്കുന്നു, ശരി ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നു. പക്ഷേ അവർ പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ടീമിന് പോലും ഈ ഇവിടെ സംഭാവന ഒന്നും മേടിക്കാതെയാണ്
അപ്പോൾ നടത്തുന്നുള്ളൂ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അത്രമാത്രം ഈ ഒരു പിന്നെ മനോഭാവങ്ങൾ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു അധപ്പതമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഒരു ചിന്താഗതി ഇങ്ങനെ ഇത് നന്മ ചെയ്യുന്നത് വിശ്വസിക്കാൻ പോലും, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് കാര്യം ചെയ്യുന്നത് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥ സംജാതമായിരിക്കുന്നു. അത്രമാത്രം ധാർമ്മിക അധപ്പതനം സംഭവിച്ചിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം പിതാവേ. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത കാലത്ത് ഒരു റിമാർക്ക് അല്ലെങ്കിൽ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് നമ്മുടെ പ്രായമായവരെ പറ്റി. നമ്മുടെ വല്യപ്പനും നമ്മുടെ വല്യമ്മയും അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്താണ് പറയുക, നമ്മുടെ ഒരു ജ്ഞാനമാണ്, നമ്മുടെ ഒരു ഓർമ്മയാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് പിതാവ് പറഞ്ഞു ജൂലൈ മാസം അവസാനം നമ്മൾ ഈ വല്യപ്പന്മാരെയും വല്യപ്പന്മാരെയും അതുപോലെ തന്നെ മുതിർന്നവരെ അനുസ്മരിക്കണമെന്നും അല്ലെ അവരെ ബഹുമാനിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ദിനം വരെ മാറ്റിവെച്ചു. അപ്പം നമ്മുടെ രൂപതയിൽ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലേക്ക് തന്നെ വരും. അപ്പം കേരളത്തിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിൽ 60 വയസ്സിൽ പ്രായമായവർ അധികമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇനി വളരെ കുറച്ച് കാലത്തിനകത്ത് 15 വയസ്സിന് അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ളവരെക്കാളും കൂടുതൽ വയോജനങ്ങൾ വരുമെന്നാണ് പറയുക. അപ്പം നമ്മുടെ രൂപത ഈ വയോജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ വയോജന പ്രേക്ഷിത പ്രവർത്തനത്തിന് എന്തെങ്കിലും മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ടോ ഫ്രാൻസിസ് പാപ്പായുടെ ആ ഉദ്ബോധനത്തോട് അനുബന്ധിച്ച്? നമ്മുടെ നേരത്തെ തന്നെ ഇവിടെ വയോജന വേദിയുണ്ട്. അതായത് മറ്റ് എല്ലാ പ്രായ പരിധിയിൽപ്പെട്ടവർക്കും വയോവിഭാഗത്തിൽപ്പെട്ടവർക്കും ഉള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഗർഭിണികളെ മുതൽ ഉള്ള കാലഘട്ടത്തിൽ, പിന്നെ തിരുബാലസഖ്യം ആ രീതിയിൽ, പിന്നെ യുവജനങ്ങൾ, കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഇവർക്കെല്ലാം വേണ്ടി പ്രത്യേക പ്രസ്ഥാനങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം സീനിയേഴ്സ് ഫോറം എന്നുള്ളത്. സീനിയേഴ്സ് ഫോറം എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്തവർക്ക് അതിനുശേഷം 60-65 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ ഉദ്ദേശിച്ച സീനിയേഴ്സ് ഫോറം. അത് പിന്നെ ഒത്തിരി ഇടങ്ങളിൽ അത് റെഗുലറായിട്ട് കൂടുന്നുണ്ട്. അവർ ഒരുമിച്ച് കൂട്ടുന്നു, ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടുന്നു. പിന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് പിന്നെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. അവരെ നോക്കാൻ ചിലപ്പം ആരും കണ്ടെന്ന് വരികയില്ലായിരിക്കും. മക്കളൊക്കെ വിദേശത്ത്, ഇവിടെ സഹോദരങ്ങളോ ഒന്നും കണ്ടെന്ന് വരികയില്ല. അങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ. നമ്മുടെ പഴയ കുടുംബ സംവിധാനത്തിൽ ഒത്തിരി മാറ്റം വന്നിരിക്കുന്നു. പണ്ടൊക്കെ വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ മക്കൾ ആരെങ്കിലും ഒരാളവിടെ കാണും, അവരെ സംരക്ഷിക്കാൻ വാർദ്ധക്യത്തിൽ. അതവരെ ചുമതലയായിട്ടവർ കണ്ടിരുന്നു. മാതാപിതാക്കൾ ആ തരത്തിലെ കുടുംബജീവിതത്തെ ക്രമീകരിച്ചിരുന്നു. മക്കളാരെങ്കിലും കൂടെ ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ അവർ ഉറപ്പുവരുത്തിയിരുന്നു. മക്കൾ സന്തോഷപൂർവ്വം അത് നിർവഹിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അങ്ങനെയല്ല, നേരെ തിരിച്ച് പേരൻസ് തന്നെ മക്കളെ വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നു. മക്കൾക്ക് എത്രയും വേഗം പുറത്തു പോകണമെന്നുള്ള ആഗ്രഹം. അങ്ങനെ ഈ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥവിശേഷം. അത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. ഒരുപക്ഷെ ഈ അവസ്ഥയ്ക്കുള്ള കാരണം നമ്മുടെ കുടുംബങ്ങളുടെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നതുമായി അതൊരു കാരണം. പക്ഷേ അത് മാത്രമല്ല, കുടുംബാംഗ എണ്ണം കുറഞ്ഞു എന്നുള്ള വസ്തുത. കാരണം ആളില്ല, 1-2 പേരേ ഉള്ളൂ, പിന്നെ ഉള്ളവരങ്ങ് പോകുന്നു. പക്ഷേ ഒരിക്കൽ ഞാൻ ഇടവകാസ താമസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വീട്ടിൽ പോയി. ആ വീട്ടിലെ ഒരു വല്യപ്പനും വല്യമ്മയും തന്നെ അവിടെ കഴിയുന്നു. ഒരു വേലക്കാരി സ്ത്രീയുമുണ്ട് അവിടെ. ഞാൻ അന്വേഷിച്ചപ്പോൾ അവർക്ക് 10 മക്കളുണ്ടായിരുന്നു. 10 മക്കളുണ്ട് ഇപ്പോൾ ജീവിച്ചിരിപ്പ്. 10 മക്കൾ ജീവിച്ചിരിപ്പുണ്ട്. 10 മക്കളും വിദേശത്താണ്. 10 മക്കളും വിദേശത്ത് ജീവിക്കുന്നു. പക്ഷേ ഈ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒരു വേലക്കാരിയെ വെച്ച് കാര്യങ്ങൾ നോക്കുന്നു. ഈ രീതിയിലേക്ക് നമ്മുടെ കുടുംബജീവിതം, ഞാൻ പറയുന്ന അധപ്പതിക്കുന്നു. കുടുംബത്തിൻ്റേതായ ആ ഒരു അന്തരീക്ഷം, കൂട്ടായ്മ അവിടെ ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. ഇത് വലിയൊരു മാറ്റമാണ്. അത് നമ്മുടെ കുടുംബ പദ്ധതിയെ തകർക്കുന്ന ഒന്നാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി രൂപത അങ്ങനെയുള്ളവരെ പിന്നെ ചില സ്ഥലത്ത് പാലിയേറ്റീവ് കെയർ നടക്കുന്നുണ്ട്. വീടുകളിൽ പോയി അന്വേഷിക്കുന്നു. നമ്മുടെ സംഘടനകൾക്കൊക്കെ പ്രത്യേക നിർദ്ദേശം കൊടുക്കാറുണ്ട്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകണം. വിൻസെൻ്റ് പോളുകാരങ്ങനെ ഒത്തിരി ചെയ്യുന്നുണ്ട്. വീടുകളിൽ പോയി സന്ദർശിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പം പിതാവ് പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഇടവക്കാർ അല്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രൂപതയിലുള്ളവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത്.
പക്ഷേ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെ നമുക്ക് എന്താണ് പറയുക, അവരോട് പോകണ്ട എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം അവർ പഠനത്തിനായിട്ടും അവർ ജോലിക്കായിട്ടും ഒക്കെ അല്ലേ പോകുന്നത്. പോകണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അങ്ങനെ പറയുന്നുമില്ല, നിങ്ങൾ പോകരുത്. പക്ഷേ പിന്നെ എങ്കിലും നമ്മളൊരു ശ്രദ്ധിക്കുന്നത് നമുക്കൊരു ഒരു അസ്തിത്വമുണ്ടല്ലോ. നമ്മുടേതായ ഒരു നാട്, നമ്മുടേതായ ഒരു വീട്, നമ്മുടേതായ സ്ഥലം, അത് നമുക്കൊരു സ്റ്റെബിലിറ്റി നൽകുന്നതാണ്, ജീവിതത്തിൽ സ്റ്റെബിലിറ്റി നൽകുന്നതാണ്. അത് നമുക്ക് കംപ്ലീറ്റ് ഇല്ലാതായി തീരുക, അത് എന്നേക്ക് പോയി നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് വാസ്തവത്തിൽ വലിയൊരു നഷ്ടമാണ്. നമുക്കിപ്പോൾ നമ്മളെ ഇവിടുത്തെ സഭ, ക്രൈസ്തവ അല്ലെങ്കിൽ കത്തോലിക്ക സഭ വളരെ ന്യൂനപക്ഷമാണ്. ഇന്ത്യയിലെ നോക്കുമ്പോൾ വളരെ ന്യൂനപക്ഷമാണ്. പക്ഷേ ഈ വളരെ ചെറിയ ന്യൂനപക്ഷമായ ഈ ക്രൈസ്തവ സമൂഹത്തിന് ഇത്രമാത്രം നന്മ, ഇത്രമാത്രം ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇത്രമാത്രം പ്രവർത്തിക്കാൻ സാധിച്ചെങ്കിൽ അതിൻ്റെ കാരണം ഇവിടെ അവർക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു, സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. അവരെ സ്വന്തം വീടിനോട്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് അവർക്ക് വീടും പുരയിടങ്ങളും ഒക്കെ ഉണ്ട്. അവർ താമസിക്കുന്നു, അവിടെ ഒരുമിച്ച് കൂടുന്നു. ആ കൂട്ടായ്മ, കമ്മ്യൂണിറ്റി ലൈഫ് അവിടെ നിലനിന്നു. അത് പരസ്പരം വലിയ ശക്തിയായിരുന്നു. പിന്നെ ഇടവുകളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അങ്ങനെ സ്കൂളുകൾ പടുത്തുയർത്താൻ സാധിച്ചു. മറ്റ് സ്ഥാപനങ്ങളെ, ആതുരാലയങ്ങളെ പടുത്തുയർത്താൻ സാധിച്ചു. അതൊക്കെ ഇവിടെ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി നിലനിന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾ, വിദ്യാഭ്യാസമുള്ളവർ, പിന്നെ ആരോഗ്യമുള്ളവർ, ഊർജ്ജസ്വലരായ ആ ഒരു യുവജനത ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത്. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോഴത്തെ ഈ ട്രെൻഡ് ഇനിയും ഒരു കുറച്ച് വർഷങ്ങൾ കൂടി തുടരുകയാണെങ്കിൽ അടുത്ത തലമുറയിൽ ഇവിടെ യുവജനങ്ങൾ കാണിയല്ല. ഇപ്പോൾ തന്നെ പല ഇടപെടും അങ്ങനെ വായിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് നന്മ ചെയ്യാൻ പോലും സാധിക്കാതെ വരും. നമുക്ക് നമ്മുടെ പ്രായം ചെന്നവരെ ശുശ്രൂഷിക്കാൻ ഉള്ള ആൾക്കാർ പോലും ഇവിടെ കാണിയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്രൈസ്തവ സമൂഹം, സഭ എന്ന നിലയിൽ ഇവിടെ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. അത് നമ്മൾ പ്രൂഡൻ്റായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്, അതിന് പരിഹാരം ഉണ്ടാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ആരും പോകരുതെന്ന് പറയുന്നത്. പക്ഷേ ഒരാളെങ്കിലും കുടുംബത്തിൽ നിലനിൽക്കുകയും ആ കുടുംബത്തിൻ്റെ പാരമ്പര്യങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും സംരക്ഷിച്ചുകൊണ്ട് അവിടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. കൈമാറ്റം അല്ലെങ്കിൽ ഇതിൻ്റെ അടിത്തറ തകരുകയായിരുന്നത്. അതുകൊണ്ടാണ് മക്കൾ കൂടുതലുണ്ടാകണം. 1-2 മക്കളൊക്കെ ഉള്ളപ്പോഴാണ് പേര് പോയി 4-5 മക്കളുണ്ടെങ്കിൽ ഈ സമുദായം നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് തന്നെ ജനസംഖ്യയുടെ കുറവ് കൊണ്ട് തന്നെ ഇതില്ലാതായിത്തീരും. അപ്പം 3-4-5 മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ഇവിടെ താമസിച്ച് ഈ കുടുംബത്തിൻ്റെ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ. അതെനിക്ക് തോന്നുന്ന നമ്മുടെ ഒരു ബാധ്യത, ഒരു ചുമതലയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആ തരത്തിൽ ആളുകളെ ബോധവൽക്കരിക്കുക, അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റുന്ന പോലെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഒരാളുടെ വ്യക്തിസ്വാതന്ത്ര്യത്തെ നമ്മൾ തടയാൻ സാധിക്കില്ല. എങ്കിലും ഈ ഒരു ബോധ്യം അവർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പം ഈ സൺഡേ സ്കൂളുകളെടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ മിഷൻ ലീഗ്, യുവദീപ്തി, ഇതെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ എണ്ണത്തിൽ വളരെ കുറവ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കുറവാണ്. കാരണം ഇപ്പം ചങ്ങനാശ്ശേരി ഇടവയിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ സൺഡേ സ്കൂള് 3 ബാച്ചുകൾ ഉണ്ടായിരുന്ന, ഡിവിഷനുകൾ ഉണ്ടായിരുന്ന ക്ലാസ്സുകൾ ഇപ്പം 2-1 ആയിട്ട് ചുരുങ്ങി. യുവജനങ്ങൾ കുറഞ്ഞു വരുന്നു. അപ്പം പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം, നമ്മളിങ്ങനെ ഇത് മാത്രം, ഇതിനകത്ത് വേറൊരു വശം കൂടിയുണ്ട്. അതായത് നമ്മുടെ ഒരു മൂല്യബോധത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജീവിതം എന്തിനു വേണ്ടിയാണ്? കുറേ ഈ പുറത്ത് പോകുന്നവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കുറച്ച് പണം എത്രയും വേഗം ഉണ്ടാക്കണം, എന്നിട്ട് ആഡംബരമായിട്ട് ജീവിക്കണം, സുഖമായി ജീവിക്കണം, ശല്യമൊന്നുമില്ല, അങ്ങനെ ജീവിക്കണം. ആ ഒരു മോട്ടിവേഷനാണ് അവിടെ ഉള്ളത്. പക്ഷെ അതാണോ നമ്മുടെ സംബന്ധിച്ച അതോ വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അതാണോ മെയിൻ നമ്മുടെ ജീവിത ലക്ഷ്യം? അതാണോ സാമ്പത്തികമായ വളർച്ച? അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് നമ്മുടെ സമുദായത്തിൻ്റെ തന്നെ അടിത്തറ ഇളക്കിക്കൊണ്ട് പിന്നെ നമ്മുടെ മറ്റു ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പോലും സാധിക്കാത്ത തരത്തിൽ ഈ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രം നമ്മളെ ഒരുക്കുക എന്നൊക്കെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയായ ഒരു ക്രൈസ്തവ സമീപനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മൂല്യബോധത്തിൽ മാറ്റം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതേസമയം ഇവിടെ മറ്റുള്ളവർ ജീവിക്കുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആനുപാതികമായി നോക്കുമ്പോൾ വിദേശത്തേക്ക് പോകുന്നത് ആൾക്കാർ. അതിൽ തന്നെ ശതമാനക്കണക്ക് നോക്കുകയാണെങ്കിൽ ക്രൈസ്തവരായിരിക്കും, അതും കത്തോലിക്കരായിരിക്കും ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകുന്നത്. അതേസമയം ഇവിടെ മറ്റുള്ളവർ ജീവിക്കുന്നുണ്ടല്ലോ, അവർ പലപ്പോഴും ജോലി കണ്ടെത്തുന്നുണ്ടല്ലോ. നമ്മുടെ ആൾക്കാർ അതിനുവേണ്ടി പരിശ്രമിക്കുക പോലും ചെയ്യുന്നില്ല. ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങുകയോ അധ്വാനിക്കുകയൊന്നും ചെയ്യുന്നില്ല.
അങ്ങനെയുള്ള കാര്യമാണ്. അതേസമയം ഞാൻ അടുത്ത കാലത്ത് ഈ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവർ ലക്ഷക്കണക്കിന് ആൾക്കാർ അവർ ജോലി ചെയ്യുന്നത്. അവരിവിടെ വന്ന് ഒരു 3-4-5 വർഷം ജോലി ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ളതൊക്കെ സമ്പാദിച്ച് വീടില്ലാത്തൊരു വീടുണ്ടാക്കുന്നു, മക്കളെ കെട്ടിച്ച് വിടുന്നു, അവർ സന്തോഷത്തോടെ അവർ പോയി ജീവിക്കുന്നു. അവർക്ക് കേരളത്തിൽ വന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലുള്ളവർക്ക് ഇവിടെ പൂർണ്ണമായും അരക്ഷിതാവസ്ഥയായിട്ട് അനുഭവപ്പെടുന്നു. ഇതാണ് നമ്മുടെ ആ സമീപനത്തിലുള്ള മാറ്റം, മനോഭാവത്തിലുള്ള മാറ്റം. നമ്മുടെ കുട്ടികൾക്ക് സർക്കാർ ജോലി എന്ന് പറയുന്നത് താല്പര്യമില്ല എന്നിട്ടാണ്. താല്പര്യമില്ല. ഞാൻ അല്ലാതെ എനിക്ക് പണം ഉണ്ടാക്കിയാൽ മതിയോ, അല്ലാതെ പണം കിട്ടാൻ സാധ്യതയുണ്ടല്ലോ, പിന്നെ ഇതിന് പുറകെ പോകുന്നത്. പക്ഷെ അതുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം അതേപറ്റി ചിന്തിക്കുന്നില്ല. നമുക്കിവിടെ യാതൊരു സ്വാധീനവും ഇല്ലാതെ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെയല്ല, നമ്മുടെ നാട് നമുക്ക് വേണ്ടി കൂടി ഉള്ളതാണ്, നമുക്ക് അവകാശമുള്ളതാണ്, എല്ലാവർക്കും അവകാശമുള്ളതാണ്. ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥം അതിനോട് ദേശസേവനമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ നാടിനെ സേവിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് സർക്കാർ ഉദ്യോഗസ്ഥം എന്ന് പറയുന്നത്, ഉദ്യോഗം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഉത്തരവാദിത്തമില്ലേ, അതിൽ നമ്മൾക്ക് പങ്കാളികളായി ആകുക എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വിദേശീയരെപ്പോൾ ഇവിടെ കഴിയേണ്ടി വരും. അതാണ് അങ്ങനെയുള്ള കാര്യം. എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്കിപ്പോൾ IAS കോച്ചിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കതുപോലെ തന്നെ സിവിൽ സർവീസ് എക്സാമിനേഷൻ കോച്ചിങ്ങുകൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ തന്നെ നടത്തുന്നുണ്ട്, രൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോളേജുകളിലും ഇതിനുള്ള ട്രെയിനിങ്ങുകളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഈ പറയുന്ന മേഖലകളിലേക്ക് ഒരു താല്പര്യം കാണിക്കുന്നത്? അതാണ് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ ഇടവിൽ പോകുമ്പോൾ യുവജനങ്ങളും മറ്റു മാതാപിതാക്കളൊക്കെ ചോദിക്കാറുണ്ട്, സഭ എന്താണ്, സഭ നിങ്ങൾ പോകരുതെന്ന് പറയുന്നു, പുറത്തേക്ക് പോകരുതെന്ന്, സഭ എന്താണ് ചെയ്യുന്നത്, ഇവിടെ ഞങ്ങൾ ജോലി തരുമോ സഭ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഇത് തന്നെയാണ് സഭ വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സഭ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇവിടെ ജോലി. ഉദാഹരണത്തിന് നമ്മുടെ സ്ഥാപനങ്ങൾ, സ്കൂൾ, വിദ്യാലയങ്ങൾ, അവിടെ നമ്മുടെ ആൾക്കാരെയല്ലേ അവിടെ സാധാരണഗതിയിൽ ആ നിയമം അനുസരിച്ച് നിയമത്തിന് വിധേയമായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഗവൺമെൻറ് ഉദ്യോഗം ലഭിക്കത്തക്ക രീതിയിലുള്ള കോച്ചിങ്, അതിന് അപ്പിയർ ചെയ്യാനും വിജയിക്കാനും വേണ്ട കോച്ചിങ് കൊടുക്കാൻ വേണ്ടി പ്രഭാഷണം ശ്രമിച്ചു. നമ്മുടെ ആൾക്കാർ അതിന് സംബന്ധിക്കാൻ തയ്യാറില്ല. ഇപ്പോൾ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ നന്നായിട്ട് പോകുന്ന ഒരു സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചങ്ങനാശ്ശേരി, പാലാ, കാഞ്ഞിരപ്പള്ളി യൂത്തുകൾ ഒന്നിച്ച് ചേർന്ന് ഇപ്പോൾ പാലായിൽ പ്രവർത്തിക്കുന്ന സിവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം അവിടെ 300-400ഓളം പേര് ഇതിനോടകം അവിടെ പാസ്സായി പോയിട്ടുണ്ട്. വലിയ കളക്ടർമാരൊക്കെ ആക്കിയിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർ അതിനകത്തുനിന്ന് കൈമാറ്റൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ആൾക്കാർക്ക് താല്പര്യമില്ല. ഇപ്പം പിതാവ് പറഞ്ഞല്ലോ, ഈ നമ്മുടെ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പാല നമ്മളും എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ സംരംഭത്തെ പറ്റി ഈ അടുത്തിടയ്ക്ക് നമ്മുടെ പിതാക്കന്മാരെല്ലാവരും കൂടെ എഴുതിയ ഒരു ജോയിൻറ്റ് സർക്കുലറുണ്ട്. നമ്മുടെ എന്താണ് പറയുന്നത്, ബിസിനസ് രംഗം ഒന്നുകൂടെ ഒന്ന് ഊർജിതപ്പെടുത്താൻ വേണ്ടിയുള്ള, അതിനെപ്പറ്റി ഒന്ന് പിതാവ് ഒന്ന് പറയാം. അതെ, പിന്നെ ഈ ഒരു അവസ്ഥ, അതായത് ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർ, നല്ല കഴിവുള്ള ചെറുപ്പക്കാർ നമുക്കുണ്ട്, ഇൻ്റലിജൻ്റാണ്, ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് ഉള്ളവരുണ്ട്. അവർ പരിശ്രമിച്ചാൽ വിജയിക്കാൻ സാധിക്കും. പക്ഷേ അവരുടെ ആ എനർജി, അവരുടെ പിന്നെ കഴിവുകളെ, അവരുടെ ബുദ്ധി, ശക്തി എല്ലാം പിന്നെ നമുക്ക് നഷ്ടപ്പെടുകയായിരുന്നു. അവർ വിദേശത്തേക്ക് പോയി അവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു പല കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് കുറേ പണം ഉണ്ടാക്കാം എന്നുള്ളതിൽ മാത്രം ശ്രദ്ധിച്ച് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന പലതും അവർ മാറ്റി വെച്ചിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നൊരു അവസ്ഥാവിശേഷമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ചെറുപ്പക്കാരെ, ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് പിന്നെ തയ്യാറുള്ളവരെ, ബിസിനസ്, എന്തെങ്കിലും ബിസിനസ് അവർക്ക് താല്പര്യമുള്ള, അവർക്ക് ടേസ്റ്റുള്ള മേഖലകളിൽ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുവാൻ, അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുവാൻ, ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഈ രംഗത്ത് വിരാജിക്കുന്ന സമർത്ഥരായ വിജയിച്ച ആൾക്കാരെ കൊണ്ടൊക്കെ അവർക്ക് പരിശീലനം കൊടുക്കുവാൻ ഒക്കെയുള്ള സംവിധാനമാണ് ഇതുവഴി പിന്നെ ആരംഭം കുറിച്ചിരിക്കുന്നത്. അതിനുള്ള ഒരു പരിശീലന പദ്ധതിക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ്. പിതാവ് ഈ കോളേജിൻ്റെ കാര്യത്തിൽ പിതാവ് പരമാവധി ഇടപെടാറുണ്ട്. അപ്പം കോളേജിൽ നിന്ന് ഒരിക്കൽ IEDCയുടെ ആൾക്കാർ, ടീച്ചേഴ്സും സ്റ്റുഡൻസും വന്ന് സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ട പിതാവിനെ കണ്ടിരുന്നു. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ അവർക്കൊരു മീറ്റിംഗ് നടക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പോഴേ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നല്ല ബിസിനസ് സംരംഭകർ അല്ലെങ്കിൽ നല്ല സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവുമെന്ന് പിതാവ്
വിശ്വസിക്കുന്നു. അങ്ങനെ അങ്ങനൊരു പ്രതീക്ഷ, അങ്ങനൊരു ആഗ്രഹമാണുള്ളത്. കാരണം നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബിസിനസ് രംഗത്ത്, കാർഷിക മേഖലയിലൊക്കെ, വിദ്യാഭ്യാസ മേഖലയിൽ, ആതുര സേവന മേഖലയിൽ ഇവയൊക്കെ നമ്മൾ മുൻപന്തിയിലായിരുന്നു. ബിസിനസ്സുകാരുടെ ആ കാര്യം നമ്മുടെ നല്ലൊരു ഹിസ്റ്ററിയുണ്ട്, വിജയിച്ച ഒരു ഹിസ്റ്ററിയുണ്ട് ബിസിനസ് രംഗത്ത്. ഇവിടുത്തെ ക്രൈസ്തവർക്ക്, പിന്നെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനി ക്രൈസ്തവർക്ക് വിജയിച്ച ഒരു ഹിസ്റ്ററിയുണ്ട്. പക്ഷേ അതിപ്പം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയാണ്. നമ്മുടെ ആ മേഖലയൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥ വിശേഷമാണ്. കാർഷിക മേഖലയെ ഉപേക്ഷിച്ച് പോകുന്നു എന്നുള്ളതൊരു ഒരു സത്യമാണ്. അതൊന്ന് കുറച്ചെങ്കിലും ഒന്ന് തിരിച്ചു പിടിക്കാൻ, ഒരു ആത്മവിശ്വാസം പകരുവാൻ, നമ്മുടെ യുവജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം പകരുവാൻ, നിങ്ങൾക്ക് ഇവിടെ വസിച്ച് ഇവിടെ ആയിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ അതിനുള്ള ഒരു ശ്രമമാണ്. വോയിസ് ഓഫ് ദ ചർച്ച് ഇവിടെ പൂർണ്ണമാകുന്നില്ല. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച ബഹുമാനപ്പെട്ട പെരുന്തോട്ടം പിതാവിനെ വീണ്ടും ശ്രവിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.